അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് കാറിലാണേ. ഇവിടെ പോകുന്നത് വെച്ചാൽ ഇതൊരു കല്യാണമുണ്ട് വട്ടിയൂർക്കാവിൽ, തിരുവനന്തപുരം. അപ്പം നമ്മൾ തലസ്ഥാന നഗരിയിലേക്കാണ് പോകുന്നത്. ഞാനൊരു തിരുവനന്തപുരംകാരിയാണ്, പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ പല പ്രാന്തപ്രദേശങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ളിടത്തൊക്കെ കണ്ടിട്ടുണ്ടോന്നില്ല കേട്ടോ. ഇത്രയും ജില്ലകൾ നമുക്കുണ്ടെങ്കിലും ആകെ തിരുവനന്തപുരം, കൊല്ലം ഈ 2 സ്ഥലങ്ങളാണ് കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ താമസിക്കുന്ന കല്ലമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് അടുത്താണ് കൊല്ലം. ഓൾറെഡി നമ്മൾ തിരുവനന്തപുരത്താണല്ലോ. അങ്ങനെ കൊല്ലവും തിരുവനന്തപുരവും മാത്രമാണ് ഇതുവരെ കവർ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അള്ളാ ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്ക് യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ പതുക്കെ പതുക്കെ എല്ലായിടത്തും പോവും അല്ലേ റൈഹു? ഇപ്പം നമ്മൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. വട്ടിയൂർക്കാവാണ് കേട്ടോ. മാസ് ഓഡിറ്റോറിയം അവിടെ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ കല്യാണത്തിന് പോകാമെന്നുള്ളതല്ല മെയിൻ ഉദ്ദേശം. സൂയിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അന്നമ്മ ഇതുവരെ സൂയിൽ പോയിട്ടില്ല. റൈഹാനെ കൊണ്ടുപോയിട്ടുണ്ട് 2 വട്ടം, 2 ടൈംസ്. ഒരു തവണ ഞാൻ ഇവിടെ റൈഹാൻ കുഞ്ഞായിരുന്നപ്പോൾ പോയിട്ടോ. പിന്നെ അപ്പവും ഓർമ്മയില്ല. അപ്പം റൈഹുവും ഞാനും അപ്പുമായിട്ടൊക്കെ പോയി. അപ്പം ഇതുവരെ പോയിട്ടില്ല. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഇച്ചിരി നടക്കണം, ഒത്തിരി നടക്കണം, ഭയങ്കര വെയിലും ഒക്കെയാണ്. എന്നാലും ഇവിടെ ഒരാളെ കൊണ്ട് കാണിക്കണമല്ലോ. ഇത്രയും നമ്മുടെ നാട്ടിലൊരു സൂ ഉണ്ടായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ മോശമല്ലേ? ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ് റൈഹു ആയതിനു ശേഷമാണ് സൂ കണ്ടിട്ടുള്ളത്. അത്രയും ടൈം എടുത്തു. യാത്രകൾ ചെയ്യൽ വളരെ കുറവാട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഭയങ്കര കുറവാണ്. ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ടേക്ക് ലൈഫിൽ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ അല്ലേ? അവൻ കൊണ്ടുവന്നു വലുതായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇവിടെ വെള്ളം വാങ്ങിക്കാൻ നിർത്തിയതാണ്. വെയിറ്റിങ്ങിലാണ്. കല്ലമ്പലത്തിൽ നിന്ന് 46 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അറിയത്തില്ല, അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ലേറ്റായാൽ നമ്മുടെ സൂ കൊളാവൂടാം. കാരണം വൈകിട്ടേക്കാട്ട് ഓട്ടോ ഉള്ളതാണ്. അപ്പം നേരത്തെ വരണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇൻഷാ അള്ളാ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഏതാണ് എളുപ്പ വഴിയെന്ന് ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ അമ്മാവൻ പറഞ്ഞിരുന്നത് വെഞ്ഞാറമൂട് കയറിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാവും, വെമ്പായം റൂട്ട് പോകാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഗൂഗിൾ മാപ്പൊക്കെ ഓണാക്കിയിട്ട് ഗൂഗിൾ അമ്മാവൻ പറയുന്ന വഴിയേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്കാലത്ത് ചെറിയ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ട്. എന്നാലും എപ്പോഴും ഒന്നും നമ്മൾ വരാത്തത് കൊണ്ട് ചിലപ്പോൾ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളൊരു ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഗൂഗിളിനെ വിശ്വസിക്കാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് നിർത്തി ആൾക്കാരുടെ അടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അന്നമ്മേ ഓക്കെ ആയോ? ഛർദിച്ചു കഴിഞ്ഞാ? ഛർദിച്ചു കഴിഞ്ഞാ? അപ്പോൾ ചോദിച്ചും പറഞ്ഞുമൊക്കെ നമ്മൾ മാസ് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് മാസ് ഓഡിറ്റോറിയം വട്ടിയൂർക്കാവ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. വട്ടിയൂർക്കാവ് വന്നിട്ടുള്ളത് പാസ്പോർട്ട് ഓഫീസിൽ വന്നിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഒരു 10 വർഷത്തിനൊക്കെ മുമ്പാണ് പാസ്പോർട്ട് ഓഫീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്, വണ്ടി ഇടാനുള്ള സൗകര്യം ഇവിടെ ഇല്ല കേട്ടോ. അത്യാവശ്യം ഒരു കുഞ്ഞ് പാർക്കിംഗ് ആണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ താഴെ വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടോ, റോഡ് മുഴുവൻ തിരക്കായി. അങ്ങനെ പോയി വണ്ടിയൊക്കെ ഇട്ടു വന്നു. ജസ്റ്റ് ഒന്ന് ഹോളിലൊക്കെ കയറിയിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിക്കൽ തന്നെയാണ്. ഒത്തിരി ആ തിരക്കും ബഹളമായതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ എവിടെ പോയാലും പായസം കുടിക്കുക എന്ന് പറയുന്നത് മസ്റ്റ് ആയതുകൊണ്ട് പായസം എടുത്ത് കുടിച്ചു. മാഷാഅല്ലാ നല്ല ടേസ്റ്റായിരുന്നു. ഒരുപാട് നേരം അവിടെ ചുറ്റിത്തിരിയാൻ നിന്നില്ല. അപ്പോഴേ നമ്മൾ വിട്ടു നമ്മുടെ സൂയിലേക്ക്. പ്രധാന ഉദ്ദേശം അതായിരുന്നല്ലോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, അതായത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രൊമോഷൻ ഇരുന്നോട്ടെ നമ്മുടെ സൂവിന്. അവനും ഇവിടെ കുറച്ച് തവണയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ എനിക്ക് കുറച്ച് നമ്മുടെ മൃഗങ്ങളൊക്കെ കുറവായിട്ട് തോന്നി. അതുമാത്രമല്ല എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിയും കൂടുതലും കൊണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തന്നാലും കാണാനൊന്നും പറ്റില്ല. നമ്മൾ വന്ന ടൈം എന്ന് പറയുന്നത് ഉച്ചയാണല്ലോ. അപ്പോൾ മൃഗങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അവർ വിശ്രമിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി
കിട്ടിയിട്ടുള്ള ഒരേ ഒരാൾ ഇദ്ദേഹമായിരുന്നു കേട്ടോ. അവിടെ സ്വയം വൃത്തിയാവൽ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കക്ഷി. ഒറ്റയ്ക്കാണ് ഈ കൂട്ടിലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വേറെ ആരെയും ഞാൻ കണ്ടില്ല കേട്ടോ. വലിയ കൂടുകളാണ് പക്ഷികൾക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. അത്രയും ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിന്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇത് കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും അടുത്ത് കരടിയെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫുഡ് കഴിച്ചിട്ട് കക്ഷി ദഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് റേഹു എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. വേണ്ടിയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് വെയിലൊക്കെ താന്നിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം കേട്ടോ. ഒരുപാട് വെയിലില്ല, എന്നാലും കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അതേ മഴ മരം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആദ്യമായിട്ടാട്ടോ ഞാൻ കേൾക്കുന്നത്. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, ഇവിടെ ഒരുപാടുള്ളത് മാനുകളാണ്. ഇതേപോലെ ഇത് ഒരു ബ്രൗൺ കളർ മാനാണ് കേട്ടോ, ശരിക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ വണ്ടിയിൽ പ്ലാവില കൊണ്ടുവന്ന് കണ്ടപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു മാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇക്കടുത്ത് ചോദിച്ചു, മാൻ അതിനെ പ്ലാവില തിന്നോ? ആടുണ്ടാവും, ആടിന് കൊടുക്കാനാണെന്ന് കേട്ടോ. പക്ഷെ അല്ല, അത് മാനിന് കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാ, ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഓരോരുത്തരെയായിട്ട് കാണാനൊക്കെ പറ്റും. ഈ വെള്ളത്തിൽ ഹിപ്പോപ്പൊട്ടാമസ് കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ പുള്ളിമാൻ, നല്ല രസമല്ലേ? അന്നമ്മയ്ക്ക് കൊമ്പുള്ള പുള്ളിമാനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കൊമ്പുള്ള പുള്ളിമാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ ഞാൻ കണ്ടില്ല കേട്ടോ. കൊമ്പുള്ള മാനുണ്ട്, പക്ഷെ അതിന് പുള്ളി ഇല്ലായിരുന്നു. പക്ഷേ ഇത് നല്ല രസമുണ്ട്. മാഷാ അല്ലാ, നമ്മൾ പിക്ചറിലൊക്കെ കാണുന്നത് പോലെ ദേ കണ്ടോ, ഇത്രയും അടുത്ത് നിന്നാണ് ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാലും അല്ല കേട്ടോ, കുറച്ച് ദൂരെ. അവരെ നമ്മൾ അങ്ങോട്ടേക്ക് വിടൂലല്ലോ. അടിപൊളിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ശലഭങ്ങൾക്ക് വേണ്ടി മാത്രം, ചിത്രശലഭത്തിന് വേണ്ടി മാത്രം ഒരുക്കിയേക്കുന്നൊരു സംഭവമായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും കണ്ടു. ലാസ്റ്റ് ഇവിടെ വന്ന അന്നമ്മയും റേഹുനും റൈഡിലൊക്കെ കാരണം ഒന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറ്റി അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്ര വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഒരുപാടൊന്നും എടുത്തില്ല. മാഷാ അല്ലാ, ഇന്നത്തെ ദിവസം ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.